ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. കുട്ടികൾ ഒരു അത്ഭുതം തന്നെയാണ് അല്ലെ. ഒരു അമ്മയച്ഛനും ആകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികളുടെ മൈൽ സ്റ്റോൺസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളത് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെറിയൊരു വീഡിയോയിൽ കംപ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതല്ല. എങ്കിൽ പോലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എസ്പെഷ്യലി 2 months ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മൈൽ സ്റ്റോൺസ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ. സോ ഇവരുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ സ്കാനിങ്ങിലും അവരുടെ ഡെവലപ്മെന്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സാധാരണ കരയുകയാണ് അല്ലെ. അപ്പൊ അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടോ അതുൾപ്പെടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് ഓരോ കുട്ടികളുടെക്കും അനുസരിച്ച് അവരുടെ ഒരു ഡെവലപ്മെന്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഓരോ ഇന്റലിജൻസ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ടുള്ള ചെറിയ ഏറ്റക്കുറച്ചുകൾ മാറ്റങ്ങൾ സംഭവിക്കാം. അത് നമ്മൾ വരി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ മുതൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ട് ആസ് പാരന്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടിയുടെ ഡെവലപ്മെന്റുകള്, സ്വഭാവങ്ങള്, പെരുമാറ്റം, അവരുടെ രീതികളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. ഒരു കുട്ടി സാധാരണഗതിയിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അവന്റെ കരച്ചില് എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് വളരെയധികം റെസ്പോൺസിബിൾ ആണ് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം പാരന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കുട്ടി എന്നുള്ള രീതിക്ക് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പാരന്റ്സിന്റെ ഒരു പ്രഷർ ഉണ്ടാവും, നമ്മുടെ പാരന്റ്സിന്റെ ഒരു പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ സാമൂഹികമായിട്ടും സോഷ്യലിയും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും. സോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താണ് ചെയ്യുന്നത്? കരയുകയാണ്. സോ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് പാല് കുടിക്കാനുള്ള സക്കിംഗ് എബിലിറ്റിയാണ് അല്ലെ. അതിന് ശേഷം ഓരോ കാര്യങ്ങളും ഓവർ പീരീഡ് ഓഫ് ടൈം പയ്യെ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഡെവലപ്മെന്റ് നടക്കുന്നതിന്റെ ഓരോ മൈൽ സ്റ്റോൺ എന്നുള്ള രീതിക്ക് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പല കുട്ടികളിലും നമ്മൾ ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ അവര് ചെയ്ത് തുടങ്ങുന്ന അറ്റ്ലീസ്റ്റ് ചില കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം മൈൽ സ്റ്റോൺസിന് നമുക്ക് ജനറൽ ആയിട്ട് 4 തിരിക്കാം. ഓക്കെ, പല ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും ബേസിക്കലി ഉള്ള ക്ലാസിഫിക്കേഷനാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നമുക്ക് ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ മൈൽ സ്റ്റോൺ, ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് മൈൽ സ്റ്റോൺ, ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മൈൽ സ്റ്റോൺ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് മൈൽ സ്റ്റോൺ. ഒരു 2 മാസമായിട്ടുള്ള ഒരു കുട്ടിക്ക് നമുക്ക് ഈ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് ഇമോഷണൽ ലെവൽ അല്ലെങ്കിൽ സോഷ്യൽ ലെവൽ മൈൽ സ്റ്റോണിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവന് ചെറിയൊരു രീതിയിൽ നമ്മളെ കണ്ടാൽ മനസ്സിലാവുക, നമ്മളെ കണ്ടാൽ തിരിച്ചറിയുന്നതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കും. ചെറിയ ക്യൂസ് ആയിരിക്കും, നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അതുമായിട്ട് യൂസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, കരയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കരച്ചിൽ നിർത്താം. നമ്മളെ കാണുമ്പോൾ ചെറിയ സന്തോഷം അവരുടെ മുഖത്ത് കാണാം, ഒരു ആശ്വാസം കാണാം. അതുപോലെ നമ്മളെ ചെറുതായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് കാണാം. ചിലപ്പം ചെറുതായിട്ട് ചിരിക്കാം. ഇനി ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവൽ മൈൽ സ്റ്റോണിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ അവർക്ക് ചെറിയ ഒച്ചകൾ, ഓക്കെ, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ന ഒച്ചയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ ഒച്ചകൾ അവൻ പുറപ്പെടുവിപ്പിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ ആ ഈ ഓ ഇങ്ങനെയാണെങ്കിലും എന്തൊക്കെയോ പറയാൻ ഉള്ളൊരു ശ്രമം അവിടെ കാണുന്നതായിട്ട് ഉണ്ട്. ഈ സൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ചില ലൗഡായിട്ടുള്ള ഒച്ചത്തിലുള്ള ഒച്ച കേൾക്കുമ്പോൾ അവൻ ഞെട്ടാനോ അല്ലെങ്കിൽ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാനോ ഒക്കെയുള്ള ഒരു പ്രവണതയും ഈ ഒരു ഏജിൽ കാണുന്നു. ഇനി മൂവ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ലെവൽ മൈൽ സ്റ്റോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടമ്മി ടൈം നമ്മൾ ചെയ്യാതെ ഉണ്ടായിരിക്കുമല്ലോ. അവന്റെ വെർപ്പിങ് ചെയ്യിക്കാനായിട്ട് സ്റ്റൊമക്കിലെ ഡൈജഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ആകാനായിട്ട് ചെയ്യുന്നതാണ് ടമ്മി ടൈം.
അപ്പൊ ഈ ടമ്മി ടൈം ചെയ്യുന്ന സമയത്ത് ഇവനെ കുറച്ചൊക്കെ ഹെഡിനെ ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു കപ്പാസിറ്റിയൊക്കെ ഒരു പക്ഷെ വന്ന് തുടങ്ങാവുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ കൈയ്യ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഒരു കപ്പാസിറ്റി ഗെയിൻ ചെയ്യുന്ന ഒരു ടൈമാണ് 2 മാസം എന്ന് പറയുന്നത്. ഇനി കോഗ്നിറ്റീവ് ലെവൽ മൈൽസ്റ്റോണിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് അവൻ നമ്മളെ തന്നെ കുറച്ചു നേരം നിരീക്ഷിക്കാൻ ഉള്ളൊരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. നമ്മളെ കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്യാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ട്രാക്ക് ചെയ്യാൻ, നമ്മളെ മാത്രമല്ല എന്തെങ്കിലും ഒരു ടോയ് കണ്ടു കഴിഞ്ഞാൽ, പാവ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കാൻ. അപ്പൊ ഇവന്റെ ഈ കണ്ണിന് കുറച്ചുകൂടെ പിടിക്കുന്നതായിട്ടുള്ള സാധനങ്ങളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറം. ഓക്കെ, അതിനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവനെ കുറച്ചുകൂടെ ഒരു പ്രവണത ഉണ്ടാകുക. അപ്പൊ അതൊക്കെ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് പറയാം. ഒത്തിരി ഓരോരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോരോ മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അവൻ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് എന്തെങ്കിലും എത്തിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മടിക്കാതിരിക്കുക. എന്നെ കൊണ്ടാവുന്നത് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ശുഭരം നേരുന്നു. നമസ്കാരം. താങ്ക് യു. നമസ്കാരം.